നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണയെങ്കിലും ലൂക്ക മോഡ്രിച്ചിന് വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ക്രൊയേഷ്യ അത്ര മികച്ച ടീമാണെന്ന് വെച്ചാൽ ആണടോ. 2018 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു, 2022 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ചു. ഇത്തവണ മോഡ്രിച്ചിൻ്റെ അവസാന വേൾഡ് കപ്പാണ്. സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു, സൂപ്പർ താര നിബിഡമായ സ്ക്വാഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഇത്തവണ ഗ്രൂപ്പ് എല്ലിൽ കരുത്തരാണ്. അവരുടെ എതിരാളികളായിട്ടുള്ളത് ഇംഗ്ലണ്ടും ഗാനയും പനാമയും അടങ്ങുന്ന ഗ്രൂപ്പിലാണ് ക്രൊയേഷ്യ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒട്ടും എളുപ്പമല്ല കാര്യങ്ങളെന്നർത്ഥം. വേൾഡ് കപ്പിന് മുമ്പ് അവർ 2 സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അത് ഒന്ന് ബെൽജിയത്തിനെതിരെ ജൂൺ 2-നാണ്. അതിനുശേഷം സ്ലൊവേനിയക്കെതിരെ ജൂൺ 8-നും കളിക്കുന്നുണ്ട്. വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം തന്നെ ഇംഗ്ലണ്ടിനെതിരെയാണ്. ഏതായാലും സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് ഈ പ്രായത്തിലും വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തുകയാണ്. അവരുടെ സ്ക്വാഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ഡൊമിനിക് ലിവാക്കോവിച്ച്, ഡൊമിനിക് കൊറ്റാസ്കി, ഇവോർ പാൻഡ്യൂർ എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ട് ജോസ്കോ ഗാഡിയോള്, ഡുയെ കാൽറ്റെക്കാട്, ജോസിഫ് സുറ്റാലോ, ജോസിഫ് സ്റ്റാനിസിച്ച്, മാരിൻ പൊങ്ഗ്രാസിച്ച്, മാർട്ടിൻ ഏർലിച്ച്, ലൂക്ക ഊസ്കോവിച്ച്. മധ്യനിരയിലേക്ക് സ്ക്വാഡിലുള്ളത് ലൂക്ക മോഡ്രിച്ച്, മാറ്റിയോ കൊവാസിച്ച്, മാരിയോ പെസാലിച്ച്, നിക്കോല വ്ലാസിച്ച്, ലൂക്ക സൂസിച്ച്, മാർട്ടിൻ ബാറ്റുറിന, ക്രിസ്ത്യൻ ജാക്കിച്ച്, പീറ്റർ സൂസിച്ച്, നിക്കോല മോറോ, ടോണി ഫ്ലൂക്ക് എന്നിവരാണ്. മുന്നേറ്റ നിരയിൽ വാൻ പെരിസിച്ച്, ആൻഡ്രെ ക്രബാരിച്ച്, ആൻഡ്രെ ബുഡിമിർ, മാർക്കോ പെസാലിച്ച്, പീറ്റർ മ്യൂസ, ഇഗോ മാറ്റനോവിച്ച്. ഏതായാലും മികച്ച സ്ക്വാഡും കൊണ്ട് തന്നെയാണ് ക്രൊയേഷ്യ വരുന്നത്. ഇത്തവണ എത്ര ദൂരം മുന്നോട്ട് പോകും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.